ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ 50 നോയമ്പ് തുടങ്ങിയിട്ട് 3-ാം വെള്ളിയാണ്. മൂന്നാം വെള്ളിയിലേക്ക് നാളെ കടക്കുകയാണ്. നമുക്കറിയാം, ഈ 50 നോയമ്പിന്റെ ഇടയിലാണ് ലോക സമാധാനം തീർത്തും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ലോകത്ത് യുദ്ധങ്ങള് വളർന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാഴ്ചവട്ടമാണ് എന്ത് ഈ യുദ്ധം മൂലം അനുഭവിക്കുന്നവരുടെ വേദനയാണ് നമ്മൾ ഇന്ന് കാഴ്ചവട്ടമുള്ളൂ. കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിസ്മരിച്ചു പോകും. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യനായിട്ട് സൃഷ്ടിക്കുന്ന സഹനങ്ങളും അനുഭവങ്ങളാണ് അല്ലെ. ഇവിടെ അമ്മമാര് കുറച്ചിരിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഭൂമിയിലേക്ക് ജനിക്കുവാനായിട്ടുള്ള ഉദരം സൃഷ്ടാവായ ദൈവം നാനാജാതി മതസ്ഥരിലൂടെ നൽകിയത് അല്ലെ. അപ്പൊ അത് സൃഷ്ടാവായ ദൈവം ഒരുക്കുന്ന ഒരു സൃഷ്ടികർമ്മമാണ്. ഉദരത്തിൽ ഒരു കുഞ്ഞു രൂപപ്പെട്ട് 9 മാസം 10 മാസം ആ സഹനങ്ങൾ സഹിച്ച്, എന്നാൽ ഒരു കുഞ്ഞു കാല് കണ്ടു കഴിയുമ്പോൾ അതുവരയ്ക്കുള്ള എല്ലാ സഹനങ്ങളും വിസ്മരിക്കുന്ന ഒരു ചരിത്രം. അതാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ പദ്ധതിയുടെ ചരിത്രം. എന്നാൽ മനുഷ്യന്റെ കാര്യത്തിൽ അതല്ല. അവന്റെ ബുദ്ധിക്കനുസൃതമായി, അവന്റെ സാഹചര്യത്തിനനുസൃതമായി, അവന്റെ പ്രതികരണത്തിന്റെ ശൈലിക്കനുസരണമായി അവൻ ആപത്തിൽ ചെന്നപ്പെടുമ്പോൾ, സഹനത്തിൽ ചെന്നപ്പെടുമ്പോൾ, പ്രതിസന്ധിയിൽ ചെന്നപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പെടുമ്പോഴത്തേക്കേ ഉള്ളൂ. എന്നാൽ തുടർന്നും അതിന്റെ പ്രകമ്പനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ സാത്താനെ അവസരം കൊടുക്കുകയാണ്. ഇപ്പൊ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി മക്കൾ മരിക്കുന്നു, വേദനാജനകമായ കാര്യങ്ങൾ കേൾക്കുന്നു. എന്നാൽ അതിലും ഭീകരമാണ് വരാൻ പോകുന്ന കാലഘട്ടത്തില് ആ യുദ്ധമുണ്ടായ സ്ഥലത്ത് മാത്രമല്ല ലോകമെങ്ങും പ്രശ്നങ്ങളുടെ ഉടലെടുക്കുന്ന കാലഘട്ടം അല്ലെ. സാമ്പത്തികമായിട്ട് ഒരു കൺട്രോളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാലഘട്ടത്തിലേക്ക് നീങ്ങി പോകുമ്പോൾ അതിനെ അതിജീവിക്കേണ്ടി വരും. ഈ ദൂരെ ഇരിക്കുന്ന നമ്മൾ വിചാരിക്കും നമുക്കൊന്നും വെടികിട്ടിട്ടില്ല, നമ്മൾ യുദ്ധത്തിന്റെ നാട്ടിലല്ല എന്ന് വിചാരിക്കുമ്പോ നമ്മുടെ അവിടുന്ന് എത്ര മക്കളാണ് യൂറോപ്പിലേക്കും മക്കള് ദേശത്തേക്കും പോയിട്ട് ഇന്ന് പോകാൻ പറ്റാതെ വഴിയിൽ കിടക്കുന്നുണ്ട് അല്ലേ. എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അന്യദേശത്ത് പിച്ച വയ്ക്കുമ്പോഴേക്ക് ഇത്രയും വലിയൊരു അപകടം വന്ന പാവത്തിൽ അനുഭവിക്കുന്നവരില്ലേ. ആത്മഹത്യയുടെ വക്കത്ത് ലോകം പലപ്പോഴും എത്തിക്കുന്നത് മനുഷ്യബുദ്ധിയുടെ പ്രതികരണത്തിന്റെ ഫലമായിട്ടാണ്. നമ്മള് ഈ യുവജനങ്ങള് അവരെല്ല കുഴപ്പം, അവരുടെ ജീവിത സാഹചര്യത്തിൽ വരുന്ന കുഞ്ഞു പ്രശ്നങ്ങളിൽ വരുമ്പോൾ, ജീവിത സാഹചര്യത്തിൽ വരുന്ന ഒരു സുഖാനുഭവത്തിലേക്ക് വരുമ്പോൾ അത് തിരിച്ചറിയാതെ, വേഗമില്ലാതെ, ജ്ഞാനമില്ലാതെ ജീവിത സാഹചര്യത്താൽ ചിലപ്പോൾ കുഞ്ഞു കാര്യത്തിൽ പെട്ടുപോകും അല്ലെ. ഒരു മദ്യത്തിന്റെയോ ഒരു മയക്കുമരുന്നിന്റെയോ ഒരു ജീവിത സാഹചര്യത്തിന്റെയോ പ്രതിസന്ധിയിൽ ചെന്നപ്പെടുമ്പോൾ ഈ അടുത്ത് എന്റെ ചേട്ടന്റെ മകൻ അവർ ജോലിയിലെ കൊച്ചു കാര്യത്തില് വിദ്യാഭ്യാസമുണ്ട്, എല്ലാമുണ്ട്. ഗൾഫിലേക്ക് മകൻ പെങ്ങൾ വിളിച്ചപ്പോ വരാൻ വേണ്ടി ജോലി ഉപേക്ഷിച്ച് വന്നിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് കയറാനും പറ്റുന്നില്ല. കൊച്ചു കാര്യമാണ്. അവിടെ വിവേകത്തോടെ ആത്മീയമായിട്ട് ആത്മാവിനാലോ തീരുമാനമെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ വിളപ്പായ 2 ആഴ്ച മുമ്പാണ് അവർ തൂങ്ങി മരിക്കുന്ന ആളുള്ള ഒരു മകൻ. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് പ്രതികരിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നാശനഷ്ടങ്ങൾക്ക് അതിരില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അതിനാൽ നാം സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മനുഷ്യനായി ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമുക്ക് കടന്നു വരും. അല്പമൊന്ന് ആത്മസംയമനം പാലിച്ചാൽ. ഇവിടെ ഞാൻ ഈ പ്രാശ്ചിത്തവും ഈ പരിത്യാഗവും പ്രാർത്ഥനയൊക്കെ എന്റെ വീട് നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ്, കുരീത്ര തന്നെയാണ്. ഈ സാഹചര്യത്തിൽ വന്നപ്പോൾ ഈ വയ്യാത്ത മക്കളോടൊപ്പം ഇവരെ സുഖസന്തോഷങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ, ഇവർ ഈ സഹനത്തിന് സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ജീവിതത്തിലും കൂടുതൽ പ്രാശ്ചിത്വത്തോടെ പരിത്യാഗത്തോടെ ജീവിക്കുവാനും അതുവഴി പ്രതികരണത്തിന്റെ മുമ്പിൽ ആത്മസംയമനം പാലിക്കാനും സാധിച്ചപ്പോൾ പലപ്പോഴും കടന്നു പോകാൻ പറ്റാത്തത് പോലും കടന്നു പോകുന്ന ലോകത്തെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞു. അതാണ് എന്റെ ആസ്വാദനം. ഹല്ലേലൂയ. ഈ നാളെ സഭ തീരുമാനമെടുത്തിരിക്കുകയാണ് പിതാക്കന്മാർ വഴി. നാളെ പ്രാർത്ഥന ദിനമായിട്ട് പശ്ചിമേഷ്യൻ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മൾ വിചാരിക്കും അവിടുത്തെ കാര്യത്തിന് വേണ്ടി ഇവിടെ 2 അതിരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോന്ന്. പക്ഷേ മറ്റൊരാളുടെ വേദനയ്ക്ക് വേണ്ടി നാം ത്യാഗമെടുക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് സമാധാനം ആര് കൊണ്ടുവരും? സൃഷ്ടാവായ ദൈവം
കൊണ്ടുവരും. അതാണ് കുരിശിൽ കിടക്കുന്ന യേശുവിന്റെ പ്രത്യാശ. കാരണം എന്റെ 2025 വർഷങ്ങൾക്ക് ശേഷം എന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ പറയുന്ന ഈ മാത്യൂസിന്റെ രക്ഷയ്ക്ക് വേണ്ടി അന്ന് ഒരു കാര്യമില്ലാതെ സഹനങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിലേക്ക് ഞാൻ നോക്കി ജീവിച്ചപ്പോഴാണ് എന്റെ ബിസിനസ് ലോകത്തിൽ നിന്നും സൗഖ്യ ലോകത്തിൽ നിന്നും മാറി തിരിഞ്ഞ് ജീവിക്കുവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെയെങ്കിൽ നാളെ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. 100ഓളം ശരീരം തളർന്നിട്ട് മനസ്സ് തളരാത്ത, കണ്ണു കാണാത്ത, പ്രായാധിക്യത്താൽ മലമുകളിലേക്ക് വരാൻ പറ്റാത്തവർ പോലും നാളെ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നാളെ 9 മണി മുതൽ ഒരു പ്രാർത്ഥന ദിനമായിട്ട് പുനർജീവൻ ഭാരതാശ്രമത്തിലെ നാളെ ആചരിക്കുകയാണ്. നാം കാണുന്നില്ല, കേൾക്കുന്നില്ലാത്ത അങ്ങ് ദൂരെയുള്ള മക്കളുടെ രോദനത്തിന് ഒരു പരിഹാരം ഉണ്ടാകുവാനായിട്ട്, അതിന് തീരുമാനമെടുത്ത് ആ യുദ്ധത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു പശ്ചാത്തലം ഉണ്ടാവാനായിട്ട്, ഒരു മാനസാന്തരം ഉണ്ടാവാനായിട്ട്, അതിലൂടെ ലോകത്ത് ആ സഹനം അനുഗ്രഹമായി മാറുവാനായിട്ട്. എന്തായാലും സഹനം കടന്നു വന്നു, പ്രതിസന്ധി കടന്നു വന്നു, അതെന്തായി മാറണം? അനുഗ്രഹമായിട്ട് മാറണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ത്യാഗെടുക്കണം, പ്രാർത്ഥിത്വം ചെയ്യണം, പ്രാർത്ഥിക്കണം. സഭ ഏതുമായിക്കോട്ടെ, മതം ഏതുമായിക്കോട്ടെ, സൃഷ്ടാവായ ദൈവം ഒന്നേയുള്ളൂ. ഹല്ലേലൂയ. ആ സൃഷ്ടാവായ ദൈവത്തിന്റെ ആ കുടക്കീഴിൽ, ആ ചിറയിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചാൽ നാം പറഞ്ഞാൽ 24 മണിക്കൂർ റൂമിൽ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ആ സാഹചര്യത്തെ പിടിച്ചു നിർത്താനായിട്ട് ഒരു കുഞ്ഞു വിരലിന്റെ, ഒരു കുഞ്ഞു ഹൃദയത്തിന്റെ പ്രാർത്ഥന മതി അത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരിലും നമ്മൾ പരിണാമം സംഭവിക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൽ ഒരു വിശ്വാസം വേണം. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പ്രതിസന്ധിയുണ്ട്, എന്റെ ജീവിത സാഹചര്യത്തിൽ ഇപ്പൊ ആ കാര്യമുണ്ട്, ഈ കാര്യമുണ്ട് എന്നുള്ളതല്ല. എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തിലേക്ക് എനിക്കൊന്ന് ചേർന്നിരിക്കാൻ, എനിക്കൊന്ന് വിട്ടുകൊടുക്കാൻ. ആ വിട്ടുകൊടുക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ വേദന കാണുന്ന നാം നമ്മുടെ സമീപമുള്ളവരുടെ വേദന കണ്ടാ മതി. അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. എവിടെയുണ്ട്? നമ്മുടെ വേദന കണ്ട് വിഷമിക്കുന്നവര് സമീപമുള്ളവരുടെ വേദനയിലേക്ക് ഒരു ആശ്വാസമാകുവാൻ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്നൊരു കൈ നീട്ടിയാൽ മതി. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടൊന്നല്ല നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടതെന്ന് എനിക്കറിയാം, അല്ലേ? ചേച്ചിയാണ് വിളിച്ചിരുന്നു തോന്നുന്നു, അല്ലേ? അപ്പോ അവിടുന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്ര സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന്, ഒരു കാരുണ്യത്തിന്റെ ഒരു മുഖം ഈ മക്കളിലൂടെ ദേശത്തുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് വന്നത്. ഇത് തന്നെയാണ് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് തീരുമാനമെടുത്തോ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്നതിൽ ഇത്ര കാലം ചുമന്ന് നടന്നു. ആ ഭാരം ഈ കുരിശിലേക്ക് കൊടുത്തുകൊണ്ട് മറ്റൊരാളുടെ വേദന കാണുമ്പോൾ ആ വേദനയിൽ ആരുണ്ട്? ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ഭാരമില്ലാതെ സ്നേഹിക്കാം. എന്റെ വേദനയെ ഞാൻ ഭാരത്തോടും കോൺസെൻട്രേഷൻ ഇല്ലാതെയല്ലേ കാണാൻ പറ്റുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സഹോദരിയുടെ കാര്യത്തിലോ കേട്ടറിഞ്ഞ വഴി സഹോദരിക്കുള്ള ഭാരത്തെക്കാളും കുറഞ്ഞ ഭാരത്തിൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യാശ, സന്തോഷം. ഇവരൊക്കെ ഈ കാണുന്ന ഈ സന്തോഷം നിങ്ങൾ കണ്ടില്ലേ? ഇവരുടെ അനുഭവങ്ങൾ കണ്ടില്ലേ? ഇതൊന്നും സാധ്യമല്ല എന്നിടത്ത് ദൈവമുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമായി. ഹല്ലേലൂയ.